ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ മാംഗോ ഐസ്ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഗോതമ്പ് പൊടി പാലിലൊന്ന് കലക്കിയെടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വാനില എസൻസ് ചേർക്കാം. ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയ കാരണം പുറത്തൊന്നും പോവാത്ത കാരണം വാനില എസൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൽ ചേർക്കുന്നില്ല. വാനില എസൻസ് ഉണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നമുക്കത് മാറിക്കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടല്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതില്ലാത്തവർ ചേർത്ത് കൊടുക്കണം എന്നില്ല, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഈ പാൽപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഈ പാൽപ്പൊടിയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കുകയാണ്. ഇതിന് ശേഷം നമുക്കിതൊന്ന് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പാലൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട്. നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇപ്പോൾ 1/2 കപ്പ് ചേർത്താൽ മതി. ഒരു മീഡിയം മധുരം ഇതിനുണ്ടാവും. ഇനി ഇത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടിയും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുള്ള പോലെ തോന്നി. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് മാങ്ങ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 4 മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് തോലൊക്കെ കളഞ്ഞിട്ട് കഷ്ണാക്കിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. കുറച്ച് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും പഞ്ചസാരയൊക്കെ കൂടിയിട്ടുള്ള മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് തണുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കാം. സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ അങ്ങനെ മതി. ഇതെല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം എയർ ബബിൾസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ഒരു സ്പൂൺ വെച്ചിട്ട്. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അടുത്തുള്ള കവർ എടുത്തിട്ട് ചെയ്താൽ മതി.
കാരണം ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 4 മണിക്കൂറൊക്കെ വെച്ചാലും മതി, പക്ഷേ ഞാനിവിടെ ഒരു ഓവർനൈറ്റാണ് വെക്കുന്നത്. അതിനുശേഷം ഇപ്പം നമുക്കിതാ തുറന്ന് നോക്കാം. നന്നായിട്ട് ഉറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐസ്ക്രീം സ്കൂപ്പറോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കയ്യിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. നല്ല ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറിന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതാ നല്ലൊരു കളറും കിട്ടിയിട്ട്, പ്രത്യേകിച്ച് കളറുകളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ മാങ്ങയുടെ മാത്രം കളറാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഐസ്ക്രീം കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ശരിക്കും മാങ്ങയൊന്നും ആവില്ല. ചിലപ്പോൾ ഇത് കളറുകളും എസെൻസും ഒക്കെ വെച്ചിട്ടാവും ഇത് ചെയ്തെടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് മാംഗോ ഐസ്ക്രീം കുട്ടികൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ഐസ്ക്രീം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരും കേട്ടോ. അപ്പോൾ താങ്ക് യു.